ഇപ്പോൾ ശ്യാം ചോദിച്ച അതിൽ നിന്ന് തന്നെ തുടങ്ങാം, ആ ചോദ്യത്തിൽ തന്നെ തുടങ്ങാം. അതായത് കേരളം പോലുള്ള ഈ ഒരു ചെറിയ സംസ്ഥാനത്ത് എന്തിനാണ് 21 PSC അംഗങ്ങൾ? UPSC പോലും 11 പേരേ ഉള്ളൂ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഘടകകക്ഷികൾക്ക് വീതം വെക്കുന്ന കൂട്ടത്തിൽ, അതായത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ മന്ത്രിസഭയിൽ തരാൻ പറ്റുന്നതിൽ ഇതാ പിടിച്ചോ PSC മെമ്പർ സ്ഥാനം. എന്തിനാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത്? ഈ പുതിയ സർക്കാരിന് കേരളത്തിലെ യുവജനങ്ങളോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആദ്യം ഈ അഴിച്ചുപണി തുടങ്ങേണ്ടത് ഈ ഒരു സംവിധാനത്തിൽ നിന്ന് തന്നെയാണ്. ഒന്നാമത് ഇതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു സംവിധാനമായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കൊണ്ട് അത് തൊലച്ച് അടക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ശവമടക്ക് തന്നെ കഴിഞ്ഞു. ഇത് റിവൈവ് ചെയ്യണം. ഇതിന് ഒരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമല്ലേ? ഇത് സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് പറ്റില്ല. ഭരണഘടനാ സ്ഥാപനമാണ്, ഇടപെടാനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഈ അംഗങ്ങളുടെ എണ്ണം കുറച്ചുകൊണ്ട് തന്നെ ഒരു സമഗ്രമായിട്ടുള്ളൊരു പരിഷ്കരണം എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? അനിൽ നമ്പ്യാർ അങ്ങ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അതിനുള്ളൊരു കാര്യമുണ്ട്, ഒരു കൗതുകകരമായൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ വന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഞാനത് അവസാനം റിലിംഗ്വിഷ് ചെയ്യായിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷയാണ് ഞാൻ എഴുതിയത്. 20 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രയാസം എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ശ്രീ സലാഹുദ്ദീൻ ആണ് എൻ്റെ ചെയർമാൻ. അദ്ദേഹം ആയത് തന്നെ ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരാൾ. മറ്റൊന്ന് എനിക്ക് തോന്നുന്നു ദേവദത്ത് പുറക്കാടാണ് എന്നാണ് എൻ്റെ. അപ്പോൾ എങ്ങനെയാണ് ഒരു ലിസ്റ്റിൽ വരുന്നത്? ഇപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഈ പരിപാടിയിൽ വരാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ഒരു PSC പരീക്ഷ എഴുതിയ ആ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഞാൻ 2005 പരീക്ഷ എഴുതുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2009 എൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, 2005 പരീക്ഷ എഴുതി 2009 ലിസ്റ്റിൽ വന്നെന്നാണ് എൻ്റെ ഓർമ്മ. ലിസ്റ്റിൽ വന്ന് 2010 കൊണ്ടാണ് എനിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. എൻ്റെ വീട്ടിലൊരു സുപ്രഭാതത്തിൽ ഞാൻ, അപ്പോൾ എനിക്കിതിനകത്ത് താല്പര്യമില്ല എന്നറിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വൈകുന്നേരം ഒരു 6-7 പേര്, സാറേ ഈ റിലിംഗ്വിഷിങ് എത്രയും പെട്ടെന്ന് കൊടുക്കണം, കാരണം അങ്ങനെ കൊടുത്താൽ ആ ലിസ്റ്റിന് തൊട്ട് താഴെയുള്ളവർക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെറുപ്പക്കാരെന്നാണ് കാണാം. അപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ വളർമതി സൂചിപ്പിച്ചതുപോലെ ഈ ചെറുപ്പക്കാരുടെ ഒരു വലിയ ആശ്രയകേന്ദ്രം. മറ്റു വഴികളൊന്നുമില്ലാത്ത, ആരോ പറഞ്ഞതുപോലെ ആശ്രയങ്ങളില്ലാത്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ആശ്രയമായിട്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ ഞാനടക്കമുള്ള ആളുകൾക്ക്. കാരണം കേരളത്തിൽ നമുക്കൊരു ചെറുപ്പക്കാരൻ പഠിച്ചു. ഇപ്പോൾ ഇവിടെ വളർമതി ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് LP സ്കൂൾ ടീച്ചർ പോസ്റ്റ് അതിൻ്റെ ലിസ്റ്റിലുള്ള ആളാണെന്നുള്ളതാണ്. ഒരു തൊഴിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സർക്കാർ തൊഴിൽ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വാർത്ത. ചെറിയ പരീക്ഷകളിലല്ല, KS അടക്കമുള്ള പരീക്ഷകളിൽ 104 പേരാണ് ഇതുവരെ KS റാങ്ക് ലിസ്റ്റിൽ വന്നത്. അതിൽ അപ്പോയിൻമെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. ആ 104 പേരുടെ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ ഒരു പ്രോസസ്സിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എടുത്തു പറയാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ്. OJ ജനീഷ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് എൻ്റെ കയ്യിലുണ്ട്. OJ ജനീഷ് മന്ത്രി കൂടിയാണ്. OJ ജനീഷുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അദ്ദേഹത്തിന് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പല കാര്യങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു പുതുയുഗ കേരളം. തീർച്ചയായിട്ടും ശ്രീ അനിൽ നമ്പ്യാർ, ഈ കാര്യത്തിൽ അന്വേഷണം താങ്കൾക്ക് പ്രതീക്ഷിക്കാം. അന്വേഷണം മാത്രമല്ല, ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ 21 അംഗ PSC എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മൊത്തമായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 3 ലക്ഷം പേരെയാണ്. എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 3000 പേർക്കാണ്. ഈ 3000 പേരെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 21 പേര് വെച്ച് കോടികൾ ചെലവഴിക്കുന്ന PSC പോലൊരു സംവിധാനത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെയും പക്ഷം. അതിനകത്തൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ അതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ KS അടക്കമുള്ള എല്ലാ പ്രധാനപ്പെട്ട ഈ പറയുന്ന പരീക്ഷകളുടെയും അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയെക്കുറിച്ച് ഒരു
പുറത്തുള്ളൊരു ഏജൻസി, ഇപ്പോൾ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പലപ്പോഴും ഉയർന്നു വന്നപ്പോഴൊക്കെ CBI ആണ് അത് അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ CBI പോലുള്ളൊരു ഏജൻസി ഈ കാര്യത്തിൽ അന്വേഷണം നടത്താതെ, ഇപ്പോൾ നേരത്തെ ഇവിടെ BJPയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ ഈ അവിടെ അവർക്ക് PSCക്ക് ഒരു ആഭ്യന്തര വിജിലൻസിൽ ഒന്നും ഒരു കഥയില്ല. ഞാനത് വിശ്വസിക്കുന്ന ആളല്ല. ഞാൻ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആഭ്യന്തര വിജിലൻസിനോടല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അദ്ദേഹം ആവശ്യപ്പെടണമെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇത് വളരെ CM വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് ഈ വിഷയം കാണുന്നത്. അദ്ദേഹം വളരെ അപ്പോൾ ഇത് വെറും എടുപടി എന്ന് പറയാം. കാരണം ആർട്ടിക്കിൾ 315 പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 315 പ്രകാരമാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. UPSCയും PSCയും ഒക്കെ രൂപീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി സർക്കാർ സ്വതന്ത്ര ഏജൻസി ആയിട്ടാണ്, ഗവർണറാണ് നിയമിക്കുന്നത്, ശുപാർശയൊക്കെ സർക്കാരാണ് കൊടുക്കുന്നതെങ്കിലും അതിൻ്റെ പ്രവർത്തനത്തിനകത്ത് വലിയ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ പ്രവർത്തനത്തിനകത്ത് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ നമുക്കറിയാം RTI കൊടുത്താൽ പോലും അതിനകത്ത് എന്ത് തരണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ അന്വേഷണം പ്രഖ്യാപിക്കാൻ വലിയ പ്രയാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിനകത്ത് ഇത്രയും വലിയ ഞാൻ പറയാം, എനിക്ക് മനസ്സിലാവാത്തത് കേരളത്തിലെ ഈ സംഘടനകൾ, ഈ യുവജന സംഘടനകൾ ഇത്രയും കേട്ടിട്ട് ഇവരൊക്കെ എവിടെ പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ പോയിരിക്കുന്നു യുവമോർച്ചയുടെ എവിടെ പോയിരിക്കുന്നു? ഈ പറയുന്ന പോലെ എന്താണ് DYFI എവിടെ പോയിരിക്കുന്നു? DYFI സമരം നടത്തുന്നത് വേറെ ചില കാര്യങ്ങൾക്കെതിരായിട്ടാണ്. ഇത് ഇന്നിപ്പോൾ SFIയുടെ ഒക്കെ നേതാക്കന്മാർ ഡൽഹിയിൽ ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവിടെ നടത്തിയിരിക്കുന്ന ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരായിട്ടാണ്. ഞാൻ പറയുന്നത് അതിനേക്കാൾ വലിയ ഭീകരമായ അവസ്ഥയല്ലേ കേരളത്തിലുള്ളത്. നീറ്റ് പരീക്ഷയ്ക്കകത്തും ഇതുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാ പരീക്ഷകളും ഞാൻ പറയുന്നത് ചെറുപ്പക്കാർ രാഷ്ട്രീയ ഭേദമന്യേ ഈ വിഷയത്തിൽ തെരുവിലിറങ്ങണം. കാരണം അത് നിങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളർമതി ഇവിടെ വന്നിരിക്കുന്നത് സമരപ്പന്തലിൽ നിന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇറങ്ങണം. ഞാൻ പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ഇറങ്ങണം. കാരണം എന്നറിയോ, ഇതൊന്നും ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട സ്ഥാപനങ്ങളല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഈ ശിവരഞ്ജിത്തിൻ്റെയും അതോടൊപ്പം തന്നെ പ്രണവ് 1ഉം 2ഉം റാങ്കാണ്. അതായത് കേരള ആംഡ് പോലീസിലേക്ക് നസീമുണ്ട്. നസീമിനോട് നസീം എന്ന് പറയുന്നത് ഹൈ റാങ്കിൽ വന്ന ആളല്ല. ഈ പ്രണവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. 2ാമത്തെ റാങ്ക് അയാൾക്കാണ്. 1ാമത്തെ റാങ്കാണ് ഈ ശിവരഞ്ജിത്തിന്, 2ാമത്തതാണ് ഈ പ്രണവ്, 3ാമത് ആ ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ് നസീം എന്ന് പറയുന്നത്. ഇവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെന്നേ ഈ എഴുത്ത് നമ്മുടെ പരീക്ഷാ പേപ്പറിൻ്റെ അടക്കമുള്ള ചില കോപ്പികളൊക്കെ അവിടെ പിടിച്ചിട്ട് പോലും ഇവരെയൊക്കെ ഇതിൽ നിന്ന് ഡീബാർ ചെയ്തു എന്നുള്ളതല്ലാതെ ഇതിനെതിരെ പിന്നീട് നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾക്ക് അറിയാതെ ഈ ചോദ്യപേപ്പർ ലീക്കാവുന്നുണ്ടാവില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള ഒരു കാരണം ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഈ എഴുത്ത് പരീക്ഷയെ പോലും കൃത്രിമത്വം നടത്തുന്നവർ കൃത്യമായിട്ട് ചോദ്യപേപ്പർ ലീക്ക് ചെയ്യുന്നുണ്ടാവില്ലേ? അവരുടെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടാവില്ലേ? ഞാൻ പറയുന്നത് അതിനൊരു മാധ്യമ പ്രവർത്തന നിലയിൽ അതിനോട് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആവശ്യം, 104 പേരെടുക്കണം, പേരും ലിസ്റ്റ് കൊടുക്കണം. ഈ KS കിട്ടിയ ആളുകൾ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തന നിലയിൽ താങ്കളുടെ എന്നെക്കാളും കൂടുതൽ വിവരങ്ങൾ താങ്കൾക്കൊരു പത്രപ്രവർത്തന നിലയിൽ കിട്ടും. ഈ 104 പേരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നിങ്ങൾ നടത്തി നോക്കൂ. ഞാൻ പറയട്ടെ, 10 പ്രധാനപ്പെട്ട, ഞാൻ എടുത്തു പറയണത് ഇവിടെ വെല്ലുവിളിച്ച് പറയുകയാണ്, 10 പ്രധാനപ്പെട്ട കേരളത്തിലെ DYFI SFI നേതാക്കന്മാരുടെ ഭാര്യയോ അവരുടെ ബന്ധുക്കളോ ഇതിനകത്തുണ്ടാകും. പരിശോധിച്ച് നോക്കുക. ഞാൻ പറയുന്നത് പരിശോധിച്ച് നോക്കുക. തെറ്റാണെങ്കിൽ നമുക്ക് അടുത്ത് വീണ്ടും ചർച്ചയ്ക്കിരിക്കാം. 10 പ്രധാനപ്പെട്ട DYFIയുടെ അല്ലെങ്കിൽ SFIയുടെ അല്ലെങ്കിൽ CPMൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരോ അല്ല എന്നുണ്ടെങ്കിൽ ബന്ധുക്കളോ ഈ ലിസ്റ്റിനകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അവർക്കാർക്ക് ഇതിനകത്ത് വന്നൂടെ നിങ്ങൾ ചോദിക്കും. പക്ഷെ അവർ മാത്രം എങ്ങനെ വരുന്നു? അതെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ആരോപണം നമുക്കറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ടവരുടെ CPMൻ്റെ MPമാർ MLAമാരൊക്കെ കേരളത്തെ സർവകലാശാലയിലും പല സർവകലാശാലയിലും ഒക്കെ തന്നെ അധ്യാപികമാർ ജോലി ചെയ്തതാണ്. അവർക്ക് ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ എടുത്ത് പരിശോധിച്ച് നോക്കുക, ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് നോക്കുക. ഞാൻ പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എഴുത്തു പരീക്ഷയ്ക്ക് കുറഞ്ഞ മാർക്കും ആ എഴുത്തു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളും എന്നാൽ ഇൻ്റർവ്യൂവിന് വെറും തുച്ഛമായ 2ഓ 3ഓ മാർക്ക് കിട്ടി പുറത്തു പോയിട്ടുള്ള KSൽ എത്രയോ ആളുകളുണ്ടെന്നറിയാം. എനിക്കറിയാം. ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പറഞ്ഞിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിന് 20 മാർക്കാണ്. ഇൻ്റർവ്യൂവിന് 20 മാർക്കുണ്ട്. ആ 20 മാർക്ക് എന്ന് പറയുന്നത് അത് സോൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി മെമ്പർ സിറ്റിംഗ് ഇൻ ദ ഇൻ്റർവ്യൂ ബോർഡ്. അങ്ങനെ ഇരിക്കുന്ന ഇൻ്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾക്ക് 20 ഇടാം, ഒരു സംശയം വേണ്ട, നല്ല പെർഫോം ചെയ്യുന്നവർക്ക് ഇടാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, ഈ എഴുത്തു പരീക്ഷയിൽ 1ാം സ്ഥാനത്തെത്തിയിട്ട് ഇവരെങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പുറകോട്ട് പോകുന്നത്?
അപ്പോൾ ഇതിനകത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടെ നിങ്ങളൊന്ന് ടാലി ചെയ്ത് നോക്കണം. അത് പുറത്തുവിടാൻ തയ്യാറാവണം. KS-ൻ്റെ ഈ പൊഴുത്തു പരീക്ഷയുടെ മാർക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും അത് പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ സാധിക്കും, അന്വേഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് വരുമ്പോൾ എന്താണ് ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ആളുകൾ മാത്രം അതിനകത്ത് വരുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ KS ഒക്കെ കിട്ടുന്ന ആളുകളൊന്നും എന്താണ് ഉടൻ തന്നെ ഒരു 10 കൊല്ലം കൂടെ കഴിയുമ്പോൾ IAS-ലേക്ക് വരേണ്ട ആളുകളാണ്. ഇവർക്കൊക്കെ അതിനാവശ്യമായിട്ടുള്ള സ്റ്റിപ്പുലേറ്റഡ് ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് നമ്മുടെ സിവിൽ സർവീസസിനെയാണ് ബാധിക്കുന്നത്. ഇപ്പോൾ അധ്യാപക രംഗത്തേക്ക് പ്രവർത്തിക്കുന്നത് ഇന്നൊരു വാർത്ത വന്ന് ഞാൻ കണ്ടത്. ഡോക്ടർ ഹരി ഇത് നോക്കൂ, ഇപ്പോൾ PSC മെമ്പർ ആകണമെങ്കിൽ അല്ലേ ചുരുങ്ങിയത് 10 വർഷത്തെ സെൻട്രൽ ഗവൺമെന്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിലോ അവരുടെ സർവീസ് ഉണ്ടാവണം അല്ലേ? അതല്ലേ ഒരു മാനദണ്ഡം അല്ലേ? SSLC പരീക്ഷ മാത്രം പാസ്സായ ആള് പോലും PSC മെമ്പറായിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി പരിശോധിക്കേണ്ടത് ഈ PSC-യിൽ ഇരിക്കുന്ന അംഗങ്ങളായി ഇരിക്കുന്നവരെല്ലാം യോഗ്യരാണോ, അവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടല്ലേ. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളുണ്ട് ഇപ്പോൾ PSC മെമ്പറായിട്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വഞ്ചിയൂർ ബാറിലെ അഭിഭാഷകൻ ആണ്, പക്ഷേ കേസില്ലാത്തൊരു വക്കീലാണ്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇടത് മുന്നണിയിലൊരു ഘടകകക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ റെക്കമെൻഡ് ചെയ്യപ്പെട്ടെത്തിയത് ആദ്യം എന്തോ പിന്നെ ലോക്ഭവനിൽ ഫയൽ തടഞ്ഞു വെച്ചിരുന്നു. പിന്നെ കാണുമ്പോൾ ഇദ്ദേഹം PSC മെമ്പർ ബോർഡും വെച്ച് യാത്ര ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതിനകത്ത് ഈ യോഗ്യതയുള്ളവരാണോ തലപ്പത്തിരിക്കുന്നത്? അതെ, നോക്കൂ, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ആരായിരുന്നു അറിയാം? CPM-ന്റെ ഒരു സ്ഥാനാർത്ഥി മുൻ PSC-യുടെ ചെയർമാനായിരുന്നു, അഡ്വക്കേറ്റ് സക്കീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ അതെ, ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ ഒരു റിക്രൂട്ട്മെന്റ് ബോഡിയിൽ ഇരുന്നൊരാൾ പിന്നീട് ഈ CPM-ന്റെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാവുമ്പോൾ എന്ത് സുതാര്യതയാണ് ഈ സംവിധാനത്തിനകത്തുള്ളത് എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി. അല്ല, അദ്ദേഹത്തിന് ബർത്ത് കൊടുത്തത് തന്നെ അദ്ദേഹം PSC ചെയർമാൻ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ പാർട്ടിക്കും പാർട്ടി നേതാക്കന്മാർക്കും നേതാക്കന്മാരുടെ ഭാര്യമാർക്കും നേതാക്കന്മാരുടെ അളിയന്മാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ചെയ്തു കൊടുത്ത ആ ഒരു ഉപകാരം അതിനൊരു സ്മരണ എന്ന നിലയിലായിരിക്കുമല്ലോ സീറ്റ് കൊടുത്തത് സ്വാഭാവികമായിട്ടും അല്ലേ? അല്ല, അതൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. വേറൊരു പോസ്റ്റ് ഇപ്പോൾ ഇരിക്കാൻ തോന്നുന്നു. അതെ, അങ്ങനെയാണല്ലോ. ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനടക്കമുള്ള പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് സർക്കാരാണ്. തീർച്ചയായിട്ടും എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ശ്രീ VD സതീശൻ ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അത്തരത്തിൽ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിത്വമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുള്ളത് അദ്ദേഹം ഇതിനുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും അതോടൊപ്പം ഇനിയുള്ള നിയമനങ്ങളിൽ ഇപ്പോൾ 21 പേരുടെ നിയമനത്തിനകത്ത് കുറവുണ്ടാവുമെന്ന് പറയാൻ എനിക്കറിയില്ല. അതൊക്കെ പാർട്ടിയുടെ നിയമമാണ്, പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമാണ്. പക്ഷേ അതിൽ നിയമിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുണ്ടാവും. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെടുത്ത് പരിശോധിച്ചാൽ തന്നെ അതിനുള്ളത് മനസ്സിലാവും. ഞാൻ പരിശോധിച്ചു കേട്ടോ. അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ആളുകളിലേക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത്യാവശ്യം ആ കാര്യത്തിൽ ക്വാളിറ്റിയുള്ള ആളുകൾ തന്നെയാണ് വെച്ചത്. അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ പല മേഖലകളിലും വിദഗ്ധരായിട്ടുള്ള ആളുകൾ. എന്തായാലും പരിശോധിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും 100% PSC-യിൽ 11 പേരേ ഉള്ളൂ മെമ്പർമാരായിട്ട്. അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യം. 11 പേരേ ഉള്ളൂ. അപ്പോൾ കേരളം പോലുള്ള ഒരു ഇട്ടാവട്ടത്ത് ഈ ചെറിയൊരു സംസ്ഥാനം, അത് മാത്രമല്ല ഞാൻ പറഞ്ഞു PSC-യിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം 3000 പേരെ റിക്രൂട്ട് ചെയ്യാൻ 21 പേർ വേണോ എന്ന് തന്നെ തീർച്ചയായിട്ടും സർക്കാർ ചിന്തിക്കണം, ആലോചിക്കണം. PSC-ക്കകത്ത് എന്താണ് നടക്കുന്നത്?